വർഷം 1989 ഒക്ടോബർ 24. അന്ന് രാത്രി കൊച്ചി പാലാരിവട്ടം ജംഗ്ഷൻ എടുത്ത് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുകയായിരുന്ന പ്രൊഫസർ ചാക്കോയെ കാണാൻ സുഹൃത്ത് വീട്ടിലെത്തി. വലിയൊരു ഇരുനില കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിലാണ് ചാക്കോ മാഷ് താമസിച്ചിരുന്നത്. താഴത്തെ ഭാഗത്താണ് അദ്ദേഹം ട്യൂട്ടോറിയൽ കോളേജ് നടത്തിയിരുന്നത്. 24 വർഷത്തോളം നൈജീരിയയിൽ അധ്യാപകരായി ജോലി ചെയ്യുകയായിരുന്നു പ്രൊഫസർ ചാക്കോയും ഭാര്യയും. പിന്നീട് പ്രൊഫസർ മാത്രം നാട്ടിലെത്തുകയും കൊച്ചി പാലാരിവട്ടം ജംഗ്ഷൻ എടുത്ത് ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിക്കുകയുമായിരുന്നു. വീട്ടിലെത്തിയ സുഹൃത്ത് താഴത്തെ നിലയിലെ കോളിംഗ് ബെല്ലടിച്ചു. സാധാരണയായി ആരെങ്കിലും വന്ന് താഴത്തെ നിലയിലെ കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ചാക്കോ മാഷ് മുകളിലത്തെ നിലയിലെ ബാൽക്കണി വഴി താഴേക്ക് നോക്കിയിട്ട് സന്ദർശകൻ ആരാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വാതിൽ തുറക്കാറുള്ളൂ. അപരിചിതരെ ആരെയും മാഷ് വീട്ടിനുള്ളിൽ കയറ്റാറില്ല. അന്ന് കോളിംഗ് ബെൽ അടിച്ചിട്ടും മാഷ് ബാൽക്കണി വഴി താഴേക്ക് നോക്കിയില്ല. അതുകൊണ്ട് തന്നെ സുഹൃത്ത് വീണ്ടും ബെല്ലടിച്ചു. അപ്പോൾ ഒരു അപരിചിതൻ വന്ന് വാതിൽ തുറക്കുകയും മാഷ് വീട്ടിലില്ല എന്നും അത്യാവശ്യമായി പുറത്തേക്ക് പോയിരിക്കുകയാണെന്നും താൻ അദ്ദേഹത്തിന്റെ ബന്ധുവാണെന്നും പറഞ്ഞ് വേഗത്തിൽ വാതിലടച്ചു. അപരിചിതന്റെ സ്വഭാവത്തിൽ സുഹൃത്തിന് അസാധാരണത്വം തോന്നിയെങ്കിലും ബന്ധുവല്ലേ, അദ്ദേഹം ഒന്നും പറയാതെ വീട്ടിലേക്ക് തിരിച്ചുപോയി. രാത്രി ആയതുകൊണ്ട് തന്നെ ഈ സംഭവം അദ്ദേഹം ആരോടും പറഞ്ഞതുമില്ല. പിറ്റേ ദിവസം രാവിലെ ട്യൂട്ടോറിയൽ കോളേജിലെത്തിയ വിദ്യാർത്ഥികൾ ഏറെ നേരം കാത്തിരുന്നിട്ടും ക്ലാസ് എടുക്കാൻ പ്രൊഫസർ എത്തിയില്ല. കൃത്യനിഷ്ഠതയുള്ള ചാക്കോ മാഷിനെ കാണാതായതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ 2ാം നിലയിൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലെത്തുകയും തുറന്നു കിടക്കുന്ന വാതിൽ വഴി അകത്തു കയറുകയും ചെയ്തു. ഹാളിൽ അവിടെവിടെയായി രക്തക്കറ കണ്ട വിദ്യാർത്ഥികൾ ആകെ ഭയചകിതരായി നോക്കുമ്പോഴാണ് കിടപ്പുമുറിയിലെ കുളിമുറിയിൽ അർദ്ധനഗ്നനായി കിടക്കുന്ന പ്രൊഫസറുടെ ചലനമറ്റ ശരീരം കാണുന്നത്. കുട്ടികളുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയും വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അന്ന് എറണാകുളം പോലീസ് കമ്മീഷണർ ആയിരുന്ന ശ്രീ KP സോമരാജന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ എത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴാണ് ചാക്കോ മാഷിന്റെ സുഹൃത്ത് താൻ തലേ ദിവസം രാത്രി മാഷിനെ കാണാൻ ചെന്നപ്പോൾ വീട്ടിൽ കണ്ട അപരിചിതനെയും അയാളുടെ സ്വഭാവത്തിലുണ്ടായിരുന്ന അസാധാരണത്വത്തെ പറ്റിയും പോലീസിനോട് പറയുന്നത്. അതോടെ മാഷിന്റെ വീട്ടിലുണ്ടായിരുന്ന ആ അപരിചിതനായിരിക്കാം മാഷിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക എന്ന നിഗമനത്തിലെത്തുകയായിരുന്നു പോലീസുകാർ. പ്രൊഫസർ ചാക്കോ തനിക്ക് പരിചയമില്ലാത്ത ആരെയും വീട്ടിൽ കയറ്റാറില്ല. അപ്പോൾ മാഷ് കൊല്ലപ്പെട്ട ദിവസം വീട്ടിലുണ്ടായിരുന്ന ആ അപരിചിതൻ പ്രൊഫസർക്ക് നന്നായി അറിയാവുന്ന ഒരാളാണ്. ആരായിരിക്കും അയാൾ? എന്തിനായിരിക്കും അയാൾ പ്രൊഫസർ ചാക്കോയെ കൊന്നിട്ടുണ്ടാവുക? അറിയാം വാക്ചാതുരിയിൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം. ഞാൻ ബിജി. ആശുപത്രിയിലായിരുന്നു പ്രൊഫസർ ചാക്കോയുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടന്നത്. ഡോക്ടർ സതീഷ് ബാബുവിന്റെയും ഡോക്ടർ ഉമാദത്തിന്റെയും നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. മാഷിന്റെ ശരീരത്തില് നിരവധി കുത്തിമുറിവുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മുറിവുകളൊന്നും മരണകാരണമായിരുന്നില്ല. മൽപിടുത്തത്തിനിടയിൽ സംഭവിക്കാറുള്ള സാധാരണ മുറിവുകളായിരുന്നു അവയെല്ലാം. കഴുത്തിന് ചുറ്റും വർത്തുളാകൃതിയിൽ വീതി കുറഞ്ഞ ഒരു കരിവാളിപ്പ് കാണപ്പെട്ടിരുന്നു. അതിനു താഴെയായി കഴുത്തിനകത്തെ പേശികളിൽ അങ്ങിങ്ങായി രക്തസ്രാവം ഉണ്ടായിരുന്നു. ശ്വാസകോശങ്ങളിലും മറ്റ് ആന്തരിക അവയവങ്ങളിലും ശ്വാസം മുട്ടി മരണം സംഭവിച്ച ലക്ഷണങ്ങളാണ് കാണപ്പെട്ടത്. മരണം സംഭവിച്ചത് ഒരു ചരട് കഴുത്തിൽ ചുറ്റി മുറുക്കിയത് കൊണ്ടാണെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർ ഉമാദത്തനും സിറ്റി പോലീസ് കമ്മീഷണർ സോമരാജ് സാറും കൂടിയിട്ട് പ്രൊഫസർ ചാക്കോ കൊല്ലപ്പെട്ട ആ ഇരുനില കെട്ടിടത്തിലേക്ക് പോയി. പ്രൊഫസറുടെ വീട്ടിലെ സ്വീകരണ മുറിയിലെ ടീപ്പോയുടെ അടിയിൽ അദ്ദേഹത്തിന്റെ കണ്ണട പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. കസേരകളിലൊന്ന് ബലം പ്രയോഗിച്ച് പൊട്ടിച്ചതിന്റെ ലക്ഷണവും ഉണ്ടായിരുന്നു. ഡൈനിങ് ടേബിളിൽ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഭക്ഷണ അവശിഷ്ടങ്ങളാണ് പോസ്റ്റ്മോർട്ടം സമയത്ത് പ്രൊഫസറുടെ ആമാശയത്തിൽ കണ്ടതും. വീട്ടിലെ പലയിടത്തും രക്തം വീണുണങ്ങിയ പാടുകൾ ഉണ്ടായിരുന്നു. സ്വീകരണ മുറിയിൽ നിന്നും കിടപ്പുമുറിയിലേക്ക് മാഷിനെ വലിച്ചിരച്ചുകൊണ്ട് പോയതിന്റെ അടയാളവും കാണപ്പെട്ടു. കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നും കുറെ തുണികൾ വലിച്ചു വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു തുണിയിൽ കുറെ രക്തക്കറയും ആ തുണിയിൽ നിന്ന് തന്നെ ഒരു കഷ്ണം കീറിയെടുത്തതായും അവർ കണ്ടു. വീട്ടിലെ പലയിടങ്ങളിലും രക്തം തളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. പ്രൊഫസറുടെ ശരീരത്തിലുണ്ടായിരുന്ന ചെറിയ മുറിവുകളിൽ നിന്നും ഇത്രയധികം രക്തം വരാൻ സാധ്യതയില്ല എന്നും സാമാന്യം ആഴത്തിലുള്ള ഒരു മുറിവിൽ നിന്നാണ് ഈ രക്തം
വന്നിരിക്കുന്നതെന്നും ഡോക്ടർ ബി ഉമാദത്തൻ സോമരാജൻ സാറിനോട് പറഞ്ഞു. പ്രൊഫസറുടെ കണ്ണാടി പൊട്ടിയതും കസേര ഉടഞ്ഞതും അക്രമിയും പ്രൊഫസറും തമ്മിൽ മൽപ്പിടുത്തമുണ്ടായപ്പോഴായിരിക്കാം. മൽപ്പിടുത്തത്തിനിടയിൽ ആത്മരക്ഷാർത്ഥം പ്രൊഫസർ കത്തിയെടുത്ത് അക്രമികളെ നേരിട്ടിട്ടുണ്ടാകാം. അതിനിടയിൽ പ്രൊഫസറുടെ കയ്യിലുണ്ടായിരുന്ന കത്തി തട്ടി അക്രമിയുടെ ശരീരത്തിൽ എവിടെയോ മുറിവുണ്ടായിട്ടുണ്ട്. ആ മുറിവ് കെട്ടാൻ വേണ്ടിയിട്ടാണ് അലമാരയിലെ തുണിയിൽ നിന്നും ഒരു കഷ്ണം കീറിയെടുത്തിരിക്കുന്നത്. കൂടാതെ മുറിയിൽ നിന്നും 2 ഷൂലേസുകൾ അന്വേഷണ സംഘത്തിന് കിട്ടി. ആ ഷൂലേസുകളുടെ വണ്ണവും പ്രൊഫസറുടെ കഴുത്തിലുണ്ടായിരുന്ന കരിവാളിപ്പിന്റെ വണ്ണവും തുല്യമായിരുന്നു. അതിൽ നിന്നും കൊലയാളി ഷൂലേസ് ഉപയോഗിച്ച് പ്രൊഫസറെ കൊലപ്പെടുത്തിയതാകാമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നു. ഫോറൻസിക് ബയോളജിസ്റ്റ് പരമേശ്വരൻ നായർ ഓരോ സ്ഥലത്തെയും രക്തക്കറകളുടെ ഗ്രൂപ്പ് പരിശോധിച്ചു. പ്രൊഫസറുടെ രക്തഗ്രൂപ്പ് ബി ആയിരുന്നു. എന്നാൽ തുണിയിലുണ്ടായിരുന്ന രക്തക്കറയുടെയും തറയിൽ തളം കെട്ടിക്കിടന്നിരുന്ന രക്തത്തിന്റെയും ഗ്രൂപ്പ് ഒ ആയിരുന്നു. അതിൽ നിന്നും കൊലയാളി ഒ രക്തഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണെന്നും കൊലയാളിയുടെ ശരീരത്തിൽ എവിടെയോ മുറിവ് പറ്റിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചു. പിറ്റേ ദിവസം തന്നെ സോമരാജ സാറ് ഒരു സംഘം പോലീസുകാരെ എറണാകുളത്തും പരിസര പ്രദേശത്തുമുള്ള ആശുപത്രികളിൽ ശരീരത്തിൽ മുറിവ് പറ്റിയ ആരെങ്കിലും ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പോലീസ് അന്വേഷണത്തിൽ പ്രൊഫസർ ചാക്കോയെ പറ്റി മോശമായ ഒരു അഭിപ്രായം ആരിൽ നിന്നും കേട്ടില്ല. അതുകൊണ്ട് തന്നെ ചാക്കോ മാഷിനോട് ശത്രുതയുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ പോലീസ് നന്നേ പ്രയാസപ്പെട്ടു. വിരളിൽ എണ്ണാവുന്ന സുഹൃത്തുക്കൾ മാത്രമായിരുന്നു പ്രൊഫസർ ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നത്. സിറ്റി പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും കൊലയാളിയെ പറ്റിയിട്ടുള്ള യാതൊരു വിവരവും ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. മാസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചും പരാജയപ്പെട്ടു. പിന്നീട് 1990 പ്രൊഫസർ ചാക്കോയുടെ ഭാര്യയുടെ അപേക്ഷയിന്മേൽ കേസ് CBI ഏറ്റെടുക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. അന്ന് CBI കൊച്ചി യൂണിറ്റിന്റെ തലവൻ ശ്രീ ത്യാഗരാജൻ സാർ ആയിരുന്നു. ത്യാഗരാജൻ സാറ് കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രൊഫസർ ചാക്കോ തനിക്ക് പരിചയമില്ലാത്ത ആരെയും വീട്ടിൽ കയറ്റാറില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രൊഫസർ കൊല്ലപ്പെട്ട ദിവസം അദ്ദേഹത്തിനെ കാണാനായി വീട്ടിലെത്തിയ സ്നേഹിതന്റെ മൊഴിയിൽ നിന്നും വീട്ടിലുണ്ടായിരുന്ന അപരിചിതൻ സുഹൃത്തുക്കൾ ആരും തന്നെ അല്ല എന്നും അന്വേഷണ സംഘത്തിന് ബോധ്യമായി. അപ്പോൾ പ്രൊഫസറിന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും ഒരാളായിരുന്നിരിക്കാം വീട്ടിലുണ്ടായിരുന്ന അപരിചിതൻ. എന്തുകൊണ്ടെന്നാൽ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ. പ്രൊഫസർ തനിക്ക് പരിചയമില്ലാത്ത ആരെയും വീട്ടിൽ കയറ്റാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ ത്യാഗരാജൻ സാറിന്റെ അന്വേഷണം പ്രൊഫസറുടെ ബന്ധുക്കളിലേക്ക് തിരിഞ്ഞു. കൊലയാളി ഓ രക്തഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്നും അയാളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മിക്കവാറും കയ്യിൽ തന്നെ ഒരു മുറിവുണ്ടായിട്ടുണ്ടെന്നും ഫോറൻസിക് റിപ്പോർട്ടിലുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രൊഫസറുടെ ബന്ധുക്കളുടെ സ്ത്രീകളും കുട്ടികളും ഒഴികെയുള്ള മറ്റെല്ലാവരുടെയും രക്തഗ്രൂപ്പ് നിർണ്ണയിക്കാൻ ത്യാഗരാജൻ സാർ ഉത്തരവിട്ടു. കൂടാതെ ഓ രക്തഗ്രൂപ്പിലുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കാനും അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കത്തി കൊണ്ട് മുമ്പ് മുറിവുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനും ത്യാഗരാജൻ സാറ് ഡോക്ടർ ബി ഉമാദത്തനെ ഏൽപ്പിച്ചു. രക്തഗ്രൂപ്പ് പരിശോധിക്കുന്നതിനിടയിൽ ഓ ഗ്രൂപ്പുകാരനായ ഒരാളുടെ കൈപ്പത്തിയിൽ നീളത്തിലുള്ള ഒരു മുറിവുണങ്ങിയ പാടുണ്ടായിരുന്നു. ആ മുറിവിന് 5 തുന്നലിട്ട അടയാളവും ഉണ്ടായിരുന്നു. മുറിവിന്റെ കാലപ്പഴക്കം കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 5-6 മാസത്തിനുള്ളിൽ ഉണ്ടായ മുറിവാണതെന്ന് ഡോക്ടർ ബി ഉമാദത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് ആ മുറിവുണ്ടായതെന്ന് ത്യാഗരാജൻ സാർ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള ആറ്റിങ്ങൽ എന്ന സ്ഥലത്തുള്ള ചെറിയൊരു ആശുപത്രിയിലാണ് മുറിവ് തുന്നിയതെന്ന് അയാൾ സമ്മതിച്ചു. ഗവൺമെന്റ് സർവീസിൽ നിന്നും റിട്ടയർഡ് ആയ ഒരു ഡോക്ടർ നടത്തുന്ന ചെറിയൊരു ക്ലിനിക്കായിരുന്നു അത്. ആ ക്ലിനിക്കിലെത്തിയ അന്വേഷണ സംഘത്തിന് അവിടെ നിന്നും വിലപ്പെട്ട ഒരു തെളിവാണ് ലഭിച്ചത്. പ്രൊഫസർ കൊല്ലപ്പെട്ട പിറ്റേ ദിവസം രാവിലെ വലതു കൈപ്പത്തിയിൽ മുറിവുമായി ഒരാൾ ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നിരുന്നു. മുറിവ് വൃത്തിയാക്കി 5 തുന്നലിട്ട ശേഷം മരുന്ന് നൽകിയതായും ടെറ്റനസ് ഇഞ്ചക്ഷൻ കൊടുത്തതായും രജിസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. ആളുടെ പേരും വിലാസവും മുറിവിന്റെ നീളവും വീതിയും എല്ലാം വ്യക്തമായി തന്നെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നു. അയാൾ പ്രൊഫസറുടെ ബന്ധുവായ ആ ഓ ഗ്രൂപ്പുകാരനായിരുന്നു. പിന്നീട് അധിക സമയം അയാൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. സംഭവ ദിവസം പ്രൊഫസറുടെ ബന്ധുവായ അയാളും മറ്റു ചില ബന്ധുക്കളും ചേർന്ന് കാറിൽ തിരുവനന്തപുരത്ത് നിന്നും പാലാരിവട്ടത്തെത്തി. രാത്രിയിൽ കാർ കുറച്ച് അകലെ പാർക്ക് ചെയ്തതിനു ശേഷം അവർ പ്രൊഫസറുടെ വീട്ടിലെത്തുകയും ചർച്ച ആരംഭിക്കുകയും ചെയ്തു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രൊഫസർക്ക് അവർ കുറച്ച് കാശ് നൽകാനുണ്ടായിരുന്നു. ഇതിനെ പറ്റിയിട്ടായിരുന്നു ചർച്ച.
ചർച്ച വാക്കുതർക്കത്തിലേക്കും ഒടുവിൽ കയ്യേറ്റത്തിലും കലാശിച്ചു. ആ അവസരത്തിൽ പ്രൊഫസർ സ്വയം രക്ഷയ്ക്കായിട്ട് മേശപ്പുറത്തുണ്ടായിരുന്ന ആപ്പിൾ മുറിക്കുന്ന കത്തി എടുക്കുകയും മൽപ്പിടുത്തത്തിനിടയിൽ ആ കത്തി തട്ടി പ്രതികളിൽ ഒരാളുടെ കൈ മുറിയുകയും ചെയ്തു. പ്രൊഫസറുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ചെറിയ മുറിവുകളും ആ കത്തി തട്ടി ഉണ്ടായതാണ്. ശാരീരിക ബലം കുറഞ്ഞ പ്രൊഫസറെ കീഴടക്കുക പ്രതികൾക്ക് എളുപ്പമായിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഷൂലേസ് ഉപയോഗിച്ച് പ്രൊഫസറുടെ കഴുത്തിൽ ചുറ്റിമുറുക്കിയാണ് അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം അവർ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോയി. പ്രതികളിൽ ഒരാൾ തിരുവനന്തപുരത്താണ് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷം തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങലിൽ പോയി അവർ മുറിവിന് ചികിത്സ തേടി. പ്രൊഫസറുടെ സഹോദരന്റെ ഇളയ മകനും LIC ഉദ്യോഗസ്ഥനുമായ ജോസഫ് കുഞ്ഞ്, ഇവരുടെ ബന്ധുവും പെരിന്തൽമണ്ണ മുൻ സബ് ജഡ്ജിയുമായ VV മണി, മറ്റൊരു സഹോദരൻ ON വർക്കി, അയാളുടെ മക്കളായ ജോയ്, ടോമി എന്നിവരായിരുന്നു പ്രതികൾ. കൊച്ചി CBI കോടതിയിലായിരുന്നു കേസിന്റെ വിചാരണ നടന്നത്. പ്രതികൾക്ക് ആദ്യം ജീവപര്യന്ത തടവ് ശിക്ഷ ലഭിച്ചെങ്കിലും പിന്നീട് അവർ അപ്പീലിന് പോയി. കേസിന്റെ വിചാരണക്കിടെ വർക്കി മരണപ്പെട്ടു. പ്രോസിക്യൂഷന് കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല, സാക്ഷിമൊഴികൾ അവിശ്വസനീയമാണെന്ന് പിന്നീട് കോടതി കണ്ടെത്തി. അതോടെ 2002 പ്രതികളെ CBI ജഡ്ജിയായിരുന്ന ശ്രീ ശശിധരൻ നായർ വെറുതെ വിട്ടു. 1989 മുതൽ 2002 വരെ നീണ്ടുനിന്ന ഒരു ദീർഘകാല വിചാരണയായിരുന്നു പ്രൊഫസർ ചാക്കോ വധക്കേസ്. വളരെ വാർത്താ പ്രാധാന്യം സൃഷ്ടിച്ച കൊച്ചി പാലാരിവട്ടം പ്രൊഫസർ ചാക്കോ വധത്തെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അടുത്ത കഥയുമായി വരുന്നത് വരെ നന്ദി.